Hello everyone, welcome to Loxygen. So today we are before you with a very new topic that is the very basic and elementary topic under BNS. So ഒരു ആക്ട് എങ്ങനെയാണ് ക്രൈം ആകുക? എല്ലാ റോങ്ഫുൾ ആക്ടും ക്രൈം ആണോ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ റോങ്ഫുൾ ആക്ട്സ് ആണ് ക്രൈം ആയിട്ട് പണിഷബിൾ ഒഫൻസ് ആയിട്ടുള്ളത്? So now here we are going to understand the very basic and elementary principle under criminal law. So നമുക്ക് ഈ ഒരു elementary principle മനസ്സിലാക്കുന്നതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാക്സിം മനസ്സിലാക്കണം. So that's the very basic maxim under the criminal law, that is actus non facit trium nisi mens rea. നമ്മൾ ഈ ഒരു ടേം മനസ്സിലാക്കുന്നതിന്റെ മുന്നേ ഇതൊന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് ഇതിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് എന്താണെന്ന് മനസ്സിലാക്കണം. One is actus reus and the other one is mens rea. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ടേംസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു ആക്ട് ഒരു ഒഫൻസ് ആയിട്ട് മാറുന്നത്, അതൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് മാറുന്നത്. സോ വാട്ട് ഇസ് ആക്ടസ് റിയസ്? ആക്ടസ് റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് മീൻസ് എ റോങ്ഫുൾ ആക്ട്. ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റകരമായ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആക്ടസ് റിയസ്. ദ അതർ ടേം ഇസ് മെൻസ് റിയ. മെൻസ് റിയ മീൻസ് wrongful intention or a guilty mind or a wrongful mind. So the maxim actus non facit trium nisi mens rea means nothing is an offense unless it is combined with guilty mind or associated with a wrongful mind or a wrongful intention. So that is the very basic maxim under BNS. So now നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത്, എല്ലാ സാഹചര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണോ? No, it is not applicable in every situation. Statutory offenses, statutorily punishable ആയിട്ടുള്ള offenses, സീരിയസ് ഗ്രേവ് ഒഫൻസസ് ലൈക്ക് റേപ്പിലൊന്നും ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. അതായത് ഒരാൾ റേപ്പ് കമ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് റോങ്ഫുൾ ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു, അത് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി എസ്കേപ്ഡ് ഫ്രം ദ പണിഷ്മെന്റ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടസ് റിയസ് ആൻഡ് മെൻസ് റിയ, ഈ രണ്ട് ടേം BNS എവിടെയെല്ലാമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. BNS എവിടെയും ആക്ടസ് റിയസ് അല്ലെങ്കിൽ മെൻസ് റിയ എന്ന് പറഞ്ഞ രണ്ട് ടേം എവിടെയും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ റോങ്ഫുൾ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഗിൽറ്റി ഇൻറ്റൻഷൻ, ഗിൽറ്റി മൈൻഡിനെയൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി അതർ ടേംസ് ലൈക്ക് വോളണ്ടറിലി, റോങ്ഫുൾ ഗെയിൻ ആൻഡ് റോങ്ഫുൾ ലോസ് അല്ലെങ്കിൽ നോവിംഗ്ലി, ആ രീതിയിലുള്ള ടേംസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ടു എസ്റ്റാബ്ലിഷ് മെൻസ് റിയ. മെൻസ് റിയ എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും? നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മെന്റൽ എലമെന്റ്, ഇറ്റ്സ് ദ റോങ്ഫുൾ ഇന്റൻഷൻ. സോ ഇറ്റ്സ് ദ മെന്റൽ ആസ്പെക്ട് ഓഫ് എ ക്രൈം. എങ്ങനെയാണ് നമ്മൾ ഒരു അക്യൂസ്ഡ് ഒരു മെന്റൽ എലമെന്റോട് കൂടിയാണ് അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ഇന്റൻഷനോട് കൂടിയാണ് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക? ഒരു മെന്റൽ എലമെന്റ് ഓഫ് എ ക്രൈം നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും? സോ നമുക്കൊരിക്കലും പോയിട്ട് ഒരു അക്യൂസ്ഡിന്റെ മൈൻഡ് പോയി റീഡ് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. വെദർ ഒരു മെന്റൽ എലമെന്റോട് കൂടിയാണോ അത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റീഡ് ഔട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സോ നമുക്കൊരു മെൻസ് റിയ എന്ന് പറഞ്ഞ എലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ നമ്മൾ ഓരോ ക്രൈമിൽ നമ്മൾ പ്രോസിക്യൂഷൻ അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ എസ്റ്റാബ്ലിഷ് ഇറ്റ് ത്രൂ സർട്ടൈൻ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്, certain surrounding factors like previous relation between the accused and the victim, existence of instigation, whether the accused had something to gain out of the whole affair, and also we look into the relevant fact and the facts which are so connected with the relevant fact and other principles of evidence to establish the principle of or the element of mens rea in a crime. So that's all with the basic and elementary principle under the criminal law. Hope you all understood.